50 വർഷം മുൻപ് വയനാട് തൊണ്ടർനാട് കാഞ്ഞിരത്തിനാൽ കുടുംബവും വനവകുപ്പും തമ്മിൽ ആരംഭിച്ച ഭൂമി പ്രശ്നത്തിൽ സുപ്രീം കോടതിയുടെ നിർണായക ഇടപെടൽ. കുടുംബം വില കൊടുത്ത് വാങ്ങിയ ഭൂമി വനവകുപ്പ് പിടിച്ചെടുത്തതോടെയാണ് നിയമപ്രശ്നങ്ങളുടെ തുടക്കം. ഭൂവുടമ മരിച്ചെങ്കിലും 11 വർഷത്തോളം വയനാട് കളക്ടറേറ്റിന് മുന്നിൽ സമരത്തിലായിരുന്നു കുടുംബം. നീതി നിഷേധം ചൂണ്ടിക്കാട്ടി വയനാട്ടിലെ മാധ്യമപ്രവർത്തകനായ ജോസ് കുര്യൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് കത്തയച്ചിരുന്നു. ഇത് പൊതു താൽപര്യ ഹർജിയായി പരിഗണിച്ചാണ് കോടതിയുടെ PIL സെൽ തുടർ നടപടികൾ സ്വീകരിച്ചത്. 1976 വയനാട് തൊണ്ടർനാട് കാഞ്ഞിരത്തിനാൽ കുടുംബം വില കൊടുത്തു വാങ്ങിയ 12 ഏക്കർ ഭൂമി വനമെന്ന പേരിൽ വനംവകുപ്പ് പിടിച്ചെടുക്കുന്നത്. 50 വർഷമായി ഇതിനെതിരെ നിയമ പോരാട്ടത്തിലായിരുന്നു കുടുംബം. ഭൂവുടമയായിരുന്ന കാഞ്ഞിരത്തിനാൽ ജോർജ് മരിച്ചെങ്കിലും ജോർജിന്റെ മകളുടെ ഭർത്താവായ ജെയിംസ് 11 വർഷമായി വയനാട് കളക്ടറേറ്റിന് മുന്നിൽ സമരത്തിലാണ്. സുപ്രീം കോടതി ചോദിച്ചപ്പോൾ ഈ ജഡ്ജി കൽപ്പറ്റ കോടതിയിലെ ജഡ്ജി എന്നെ വിളിപ്പിച്ചിരുന്നു അടുത്ത കാലത്ത്. ആ ജഡ്ജിയും ഞാനുമായി ഒരു 2.25 മണിക്കൂർ 3 മണിക്കൂർ ഈ കേസിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുത്തിരുന്നു. നിങ്ങളുടെ ഭൂമിക്ക് 2013 ഒരു വിജ്ഞാപനം ചെയ്തപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് കോടതിയിൽ പോയില്ല, ഹൈക്കോടതിയിൽ? അപ്പം നമ്മൾ പറഞ്ഞു, സാർ ഞങ്ങൾ പോകാഞ്ഞിട്ടല്ല, പോയി, പക്ഷേ ഞങ്ങൾ കൊടുക്കുന്ന വക്കാലത്തും ഞങ്ങൾ കൊടുക്കുന്ന NOCയും ഒന്നും കോടതിക്കുള്ളിൽ പോകുന്നില്ല, വളരെ വക്കീലിൽ നിന്ന് കേസ് വാങ്ങിക്കൊടുക്കുന്ന സാധനം പോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കാരണം ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് വിധി കിട്ടുന്നതിന് മുമ്പ് ഞങ്ങളുടെ പേരിൽ ഒരു ആൾമാറാട്ടം നടന്നിട്ടുണ്ട് ഹൈക്കോടതിക്കുള്ളിൽ. ആ ആൾമാറാട്ടത്തിൻ്റെ വക്കാലത്തിലാണ് എല്ലാവരും കേസ് പോകുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ കേസ് ഇത് വനമല്ല എന്ന് തെളിയിക്കാൻ ഞങ്ങൾക്ക് കഴിയാത്തതിന്റെ കാരണം. വനം വകുപ്പ് അവകാശം ഉന്നയിക്കുന്ന ഭൂമി യഥാർത്ഥത്തിൽ മറ്റൊരിടത്താണെന്ന ജെയിംസിന്റെ വാദം ഇതിനോടകം സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട്. എന്നാൽ 1985 ഫോറസ്റ്റ് ട്രിബ്യൂണൽ വിധി നിലനിൽക്കുന്നതിനാൽ ഈ ഭൂമി പ്രശ്നം ഇപ്പോഴും നിയമക്കുരുക്കിലാണ്. ഈ സാഹചര്യത്തിലാണ് ഇവർ നേരിടുന്ന നീതി നിഷേധം ചൂണ്ടിക്കാട്ടി വയനാട്ടിലെ മാധ്യമപ്രവർത്തകനായ ജോസ് കുര്യൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് കത്തയച്ചത്. ഇത് പരിഹരിക്കേണ്ടതിൽ ഒരു വലിയ റോള് വഹിക്കേണ്ടത് ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥയാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനും ഇതിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഏതാണ്ട് 19 രേഖകൾ, അതുപോലെ മാധ്യമ റിപ്പോർട്ടുകൾ, ഇവയെല്ലാം വെച്ച് നമ്മൾ പലവട്ടം നമ്മൾ സമീപിച്ചു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് സുപ്രീം കോടതി കഴിഞ്ഞ 2025 ജൂലൈ മാസത്തിൽ ഇത് ഒരു പ്രത്യേക കേസായിട്ട് പരിഗണിച്ച്, ഒരു PIL കേസായിട്ട് പരിഗണിച്ച് ഇതിൽ കെൽസയ്ക്ക്, കേരള ലീഗൽ സർവീസസ് അതോറിറ്റിക്ക് ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാൻ പറ്റും, ഇതിൽ ന്യായമുണ്ടോ, ഇതിന്റെ എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം എന്നറിയാൻ വേണ്ടി ഒരു നിർദ്ദേശം നൽകി. പ്രശ്നം പരിശോധിക്കാൻ സുപ്രീം കോടതിയുടെ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ സെൽ കേരള ലീഗൽ സർവീസ് അതോറിറ്റിയെ ചുമതലപ്പെടുത്തി. തുടർന്ന് വയനാട് ലീഗൽ സർവീസ് അതോറിറ്റി മൊഴികൾ രേഖപ്പെടുത്തുകയും രേഖകൾ പരിശോധിക്കുകയും ചെയ്തു. കെൽസ മെമ്പർ സെക്രട്ടറി ഹൈക്കോടതിയിലും പ്രത്യേക സിറ്റിംഗ് നടത്തി പരാതി കേട്ടു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ലീഗൽ സർവീസ് അതോറിറ്റി സുപ്രീം കോടതിക്ക് റിപ്പോർട്ട് നൽകും. സുപ്രീം കോടതിയുടെ ഇടപെടൽ കാഞ്ഞിരത്തിനാൽ കുടുംബത്തിന് പുതിയ പ്രതീക്ഷ നൽകുകയാണ്. ന്യൂസ് മലയാളം, വയനാട്.